ഇപ്പോൾ വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ മാധ്യമങ്ങളോട് ശരിയായ ഏർപ്പാടാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് KPCC-യിൽ സണ്ണി ജോസഫിന് പഠിക്കാൻ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ആ എഗ്രിമെന്റിൽ എന്താ അവർക്ക് ഇത്രമാത്രം പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരെടുക്കുന്നുമില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. അതെ, അത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് തന്നെ കൊന്നൊടുക്കുകയാണ്. കള്ളന്മാര് വെള്ളയും വെള്ളയിട്ട് അസലായിട്ട് നടക്കുന്നുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവർ മരിക്കുന്നു, അവരവരുടെ വീട്ടുകാർക്ക് പോകുന്നു, അത്രമാത്രം. എന്താ സാഹചര്യം? നേരത്തെ എന്തെങ്കിലും പണമിടപാട് നിലവിൽ തന്നിട്ടുണ്ടോ? അതോ അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാ മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞതാണ്. 20 ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊടുത്ത പ്രൊജക്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ബാങ്ക് ത്രൂ ഉള്ള ഇടപാടുകളാണ്. ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ടൊന്നും 2.5 കോടി തരാനല്ല അവരോട് ഞങ്ങൾ പറഞ്ഞത്. അത് സണ്ണി ജോസഫ് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇരിട്ടിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് എല്ലാ പ്രൂഫും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിൻ്റെ എല്ലാ പ്രൂഫും കൊണ്ട് ഞങ്ങൾ പോവുകയും ചെയ്തു. ആ 2.5 കോടി എന്നുള്ളത് അവർ അത് ചുരുക്കി 10-75 ലക്ഷം രൂപയാക്കി മാറ്റി. പിന്നെ ഞങ്ങൾ വീടിരിക്കുന്ന പട്ടയം ഇപ്പോഴും ബത്തേരി അർബൻ ബാങ്കിലാണുള്ളത്. അത് അച്ഛൻ്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 45 ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ പട്ടയം പണയം വെച്ചതെന്ന് അച്ഛൻ വ്യക്തമാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അവകാശമാണത്, ഔദാര്യമല്ല. ആ പട്ടയം ഞങ്ങൾക്ക് എടുത്ത് തന്നേ പറ്റുള്ളൂ. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം, കോൺഗ്രസിലെ കുറച്ച് ആൾക്കാരെ എനിക്കിനി വിശ്വാസമില്ല. ആ പാർട്ടി ഒന്നും ചെയ്തു തരുന്നും പറയുന്നില്ല. അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് എന്നൊരു രോഗിയായി മാറാൻ കാരണം പോലും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. 2.5 കോടി. പരാതി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ആളിപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഹസ്ബൻഡ് വന്നിട്ടില്ല. വന്നതിന് ശേഷം മുഖ്യമന്ത്രിനെ പോയി കാണണമെന്ന് വിചാരിക്കുന്നു. ഒരു പരാതി കൊടുക്കണം. ഇപ്പോൾ വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകൻ ജോസ് നെല്ലേടത്തിന്റെ മരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബം പ്രതികരിച്ചത്. NM വിജയന്റെ മരുമകളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അവസാനിച്ചു എന്നാണ് പറയുന്നത്. തുടർ പരാതികളുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. DCC പ്രസിഡന്റ് NM വിജയൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിലാണിപ്പോൾ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്.